എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമാ ലോകവും തെന്നിന്ത്യൻ സിനിമാ ലോകവും ഒന്നടങ്കം കാത്തിരിക്കുന്ന ചില സിനിമ അപ്ഡേറ്റുകളുടെ ഒരു പൂരപ്പറമ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ റോജിൻ തോമസ് ജയസൂര്യ കൂട്ടുകെട്ടിൽ വരുന്ന കത്തനാർ, മലയാളത്തിലെ ഇതിഹാസ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒന്നിപ്പിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയാട്ട്. അതുമാത്രമല്ല, സൂര്യയുടെ ബാക്ക് ടു ബാക്ക് വമ്പൻ പ്രോജക്റ്റുകൾ. പിന്നെ അവസാനമായി നമ്മുടെ ദളപതി വിജയുടെ റിലീസ് കാത്തിരിക്കുന്ന ജനനായകൻ. ഈ സിനിമകളുടെ വാർത്തകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കത്തനാറിലേക്ക് വരാം. ഹോം എന്ന ഫീൽ ഗുഡ് സിനിമയ്ക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ജയസൂര്യ ചിത്രമാണ് കത്തനാർ. മലയാളത്തിൽ നിന്ന് ഈ വർഷം വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ കത്തനാർ. ഈ സിനിമ കംപ്ലീറ്റ് ആകാൻ ഏകദേശം 4 വർഷത്തോളം എടുത്തു. ഈ സിനിമയുടെ വലിപ്പം എന്ന് പറയുന്നത് മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപാട് വലുതാണ്. ഇപ്പോൾ കത്തനാർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറും പുറത്തുവിട്ടിട്ടുണ്ട്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ വിസ്മയങ്ങളുടെ ഒരു മായ കാഴ്ച തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ക്യാൻവാസിൽ ഒരു പീക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ മലയാളത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പീരിയോഡിക് സിനിമ വന്നിട്ടില്ല. ഒരു മലയാള സിനിമ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് ഒരു രസമുള്ള സംഭവം തന്നെയാണ്. അവർ ഈ പടത്തിലിട്ട എഫർട്ട് ഈ പടത്തിൻ്റെ ക്വാളിറ്റിയിൽ നല്ലോണം കാണാനുണ്ട്. പടത്തിൻ്റെ റെസ്പോൺസ് കൂടി പോസിറ്റീവ് ആയാൽ പടം കയറി കൊളുത്തും. പിന്നെ മലയാള സിനിമയെ പിടിച്ചാൽ കിട്ടില്ല എന്ന തരത്തിലേക്ക് പോകാൻ ചാൻസുള്ള വലിയൊരു സിനിമ തന്നെയാണ് കത്തനാർ. മുൻപ് നമ്മൾ കത്തനാരെ പറ്റി കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ കത്തനാർ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പടത്തിൽ നമ്മുടെ ലാലേട്ടനും വരുന്നുണ്ട്. ആ ഒരു കാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോൾ പടം തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകുമെന്ന് ഉറപ്പാണ്. പിന്നെ പടത്തിന്റെ ഓരോ ഫ്രെയിമും നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ഒരു ഹൊറർ ഫാന്റസി മാത്രമല്ല, അതിനുമപ്പുറം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഉറപ്പാണ്. അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളക്കര ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വലിയ സിനിമയെ പറ്റിയാണ്. മഹേഷ് നാരായണന്റെ ഡയറക്ഷനിൽ മോഹൻലാലും മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കിയിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് പേട്രിയോട്ട്. 2 ലെജൻഡ്സ് ഒരേ സ്ക്രീനിൽ വരുമ്പോഴുള്ള ആവേശം വാക്കുകൾക്ക് അതീതമാണ്. പടത്തിന്റെ കുറച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇനിയും തീർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് പടം മാറ്റിവെച്ചിരിക്കുന്നത്. പടത്തിന്റെ റിലീസ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും വലിയ ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും ഒരു മെയ് ആദ്യവാരമൊക്കെ ഈ ചിത്രം റിലീസിന് വരും. അടുത്തതായി തമിഴകത്ത് നിന്ന് വരുന്ന വമ്പൻ അപ്ഡേറ്റുകളാണ്. നമ്മുടെ തമിഴ് സൂപ്പർ താരം സൂര്യയുടെ ഒരു സിനിമകളുടെ ഒരു നീണ്ട നിര തന്നെ വരാനുണ്ട്. അതിൽ ആദ്യത്തേത് മെയ് 14 റിലീസിനെത്തുന്ന കറുപ്പ് എന്ന ചിത്രമാണ്. ഒരു സൂര്യ പടം തിയേറ്റർ കണ്ടിട്ട് ഒരു വർഷത്തിലേറെയായി. സൂര്യ ഫാൻസിന് വളരെ നാളത്തേക്ക് ശേഷം തിയേറ്ററിൽ ആഘോഷിക്കാൻ കിട്ടിയ ഒരു ലോട്ടറിയാണ് കറുപ്പ്. ഈ പടത്തിന്റെ റിലീസിന് ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. പടത്തിന്റെ അവസാനഘട്ട പരിപാടികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പടത്തിന്റെ അപ്ഡേറ്റുകൾ അണിയറക്കാർ പുറത്തുവിടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും അടുത്ത മാസം പടം റിലീസ് വെച്ചിട്ട് ഇനിയും അപ്ഡേറ്റുകൾ ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പടത്തിന്റെ 3rd സിംഗിൾ, ഓഡിയോ ലോഞ്ച്, പിന്നെ ട്രെയിലർ അതെല്ലാം ഈ മാസം തന്നെ വരാനുള്ള ചാൻസുകൾ 90% ആണ്. എന്തായാലും പടത്തിന്റെ ട്രെയിലർ ഏപ്രിൽ അവസാന വാരം തന്നെ ഉണ്ടാകുമെന്നാണ് പടത്തിന്റെ അണിയറയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരം. അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് വരുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് ആണ്. കറുപ്പിന് കൃത്യം 2 മാസം ഗ്യാപ്പിൽ ജൂലൈയിലാണ് ഈ പടം തിയേറ്ററുകളിൽ വരാൻ പോകുന്നത്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറും കൂടെയാണ് ഈ ചിത്രം. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവുകയാണ്. ഈ ഏപ്രിൽ തന്നെ ഉണ്ടാകും എന്നതാണ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യ ഫാൻസിന് ഞെട്ടാനായിട്ടുള്ള ഒന്നാണ്. സൂര്യയുടെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദാണ്. ഈ പ്രോജക്റ്റ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. സൂര്യയുടെ തന്നെ സ്റ്റുഡിയോ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഈ പടം സംഭവിക്കുകയാണെങ്കിൽ നല്ലതുപോലെ എടുത്താൽ നല്ല കാലിബറുള്ള നടനും സംവിധായകനും ഒന്നിക്കുന്നത് കൊണ്ട് ഈ ചിത്രം നല്ല രീതിയിൽ വർക്കാകാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. ഇനി ഫൈനൽ അപ്ഡേറ്റ്, കോടിക്കണക്കിന് ആരാധകർ കാത്തിരുന്ന ദളപതി അപ്ഡേറ്റ്. ജനനായകൻ. ദളപതി വിജയുടെ കടസി പടം ജനനായകൻ റിലീസ് മുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി. ഇന്ന് ഇറങ്ങുമെന്ന ആരാധകരുടെ നിരന്തരമായ ചോദ്യങ്ങൾക്കുള്ള വിരാമമാണ് ഇപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ജനനായകൻ വീണ്ടും റിലീസിനെത്താൻ പോവുകയാണ്. ജനനായകൻ റിലീസുമായി ബന്ധപ്പെട്ട് ഓവർസീസിലൊക്കെ ഒരു കൺഫർമേഷൻ പോയിട്ടുണ്ടെന്നാണ് റൂമേഴ്സ് കേൾക്കുന്നത്. അത് ജനനായകൻ ടീമിന്റെ സൈഡിൽ നിന്നുള്ളൊരു ഗ്രീൻ സിഗ്നലാണ്. മിക്കവാറും ഈ ചിത്രം ഏപ്രിൽ അവസാന വാരം തന്നെ ഉണ്ടാകും. തമിഴ്നാടിന്റെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ റിലീസ് ചെയ്യാനാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. പടത്തിന്റെ റിലീസ് ബ്ലോക്ക് ചെയ്തത് തന്നെ തമിഴ്നാട് ഇലക്ഷനെ കരുതിയാണ്. എന്തായാലും ഏപ്രിൽ അവസാനത്തോടെ ഇലക്ഷൻ കഴിയും പടത്തിന്റെ റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് അണിയറക്കാർ പറയുന്നത്. ഏപ്രിൽ 24 എന്ന ഡേറ്റാണ് അൺഒഫീഷ്യലായിട്ട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാം. ഇതാണ് മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയും കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. നിങ്ങൾ ഇതിന് ഏത് ചിത്രത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്?